രണ്ടുപേരെയും എല്ലാവരുടെയും നാമത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അവയോട് സ്നേഹവുമുള്ള ഒരു സമർപ്പിത സഹോദരി എന്നുള്ള നിലയിൽ സിസ്റ്ററിൻ്റെ വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് സിസ്റ്ററിനെ പ്രത്യേകമായി ഇന്നത്തെ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചത്. ശ്രീ മാത്യു എം കുര്യാക്കോസ് സാറിനെ അറിയാത്തവരാരും കാണില്ല ഈ പാലായിൽ. സാറ് നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിരുന്നു, 2 സ്കൂളുകളുടെ പ്രിൻസിപ്പലായിരുന്നു. അതിൻ്റെ സമ്പത്ത് മറ്റു നഗരങ്ങളിലേക്കും വ്യാപിക്കുന്നതാണെന്നും പല ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ പള്ളി വിൽപ്പാന്മാരുടെ കേന്ദ്രമായിരുന്നു. കട്ടക്കയത്ത് ക്രിസ്ത്യൻ വിൽപ്പാൻ ഈ പള്ളികളിലായിരുന്നു വിൽപ്പാനയിട്ട് നടത്തിയിരുന്നത് വൈദിക പരിശീലനം. അങ്ങനെ വളരെയേറെ ശക്തീകരിക്കപ്പെട്ട ഒരു ദേശമാണ് നമ്മുടേത്. ഇവിടെ നിരവധിയായ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ കളപ്പുരയ്ക്കൽ വിൽപ്പാന്റെ സുറിയാനി പ്രസ് നമ്മുടെ മുകളിലത്തെ പള്ളിവട്ടത്തായിരുന്നു. പുതിയ പള്ളിയുടെ വളരെയേറെ അന്വർത്ഥമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മുടെ സഭയോട് ഇത്രയേറെ സ്നേഹവും ഈ സഭയെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വേറെ പിതാക്കന്മാർ തന്നെ അധികമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയേറെ ഈ സഭയോട് സഭയ്ക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്യുവാൻ അഭിയന്റെ പിതാവ് എല്ലായ്പ്പോഴും താല്പര്യമാണ്. ഇന്നത്തെ എല്ലാവർക്കും സ്വാഗതം ചെയ്യും. നമ്മുടെ രൂപതയുടെ പ്രോട്ടോസെഞ്ചല്ലൂസ് ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ജോസഫ് തടത്തിലച്ചനാണ്. സഭയെക്കുറിച്ച് വളരെ ശക്തമായ വീക്ഷണമാണ്. എങ്കിലും നമ്മുടെ സഭയെക്കുറിച്ചും നമ്മുടെ സഭയുടെ സംഘടനകളെ കുറിച്ചും ഒക്കെ വളരെയേറെ താല്പര്യത്തോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവരെ ഈ ഷാജി ആവുന്നൊക്കെ രണ്ടുപേരും ഈ സഭയുടെ പരാജയ പവിത്രമായ മനങ്ങളിലെല്ലാം പിതാവ് സംരക്ഷിച്ചിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ വലിയ പിതാവിന്റെ പത്രാഭിഷേകത്തിന്റെ ഗോൾഡൻ ജൂബിലിയും അതുപോലെ